ആർച്ചാച്ചുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. കൊച്ചിൻ്റെ കമ്മലാണെന്ന്. കുഴപ്പമൊന്നുമില്ല. ഓണം കഴിഞ്ഞിട്ട് പിന്നെ വയ്യായിരുന്നു. ആശുപത്രിയിൽ പോയ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ കാണിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ 13-ാം തീയതി ആശുപത്രിയിൽ പോയി ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് 2 ഡോക്ടർമാരെ കാണാനുണ്ടായി. അപ്പം മരുന്നും കാര്യങ്ങളും കൂടുതലുണ്ട് കഴിക്കാൻ. 13 ഗുളികയുണ്ട് കഴിക്കാൻ. അപ്പം അതിൻ്റെ ക്ഷീണവും നല്ല അവശതയാണ്. പിന്നെ പനി പിടിച്ചു. പനി ഒക്കെ പിടിച്ച് ഹോസ്പിറ്റലിലായിരുന്നു. ട്രിപ്പൊക്കെ ഇട്ടു, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന് കുറേ വീഡിയോ ഇട്ട്, പിന്നെ ഓണം കഴിഞ്ഞിട്ട് എന്നെ കാണിക്കാതെ ഇവിടെ ഉടുമ്പ് വന്നത് ഇട്ട്, പിന്നെ ഇന്നലെ റബ്ബർ ഷീറ്റ് അടിക്കുന്നതൊക്കെ ഇട്ട്, അങ്ങനെ പനി വന്നിട്ട് ആകെ കോലം കെട്ടിയിരിക്കുകയാണ്. കണ്ണും മുഖമൊക്കെ വല്ലാതെ ഇരിക്കുകയാണ്. ശരീരമൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുക, ഡോക്ടറെ കണ്ട തവണ ചെക്കപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പനി വന്നപ്പോൾ ECG ഒക്കെ എല്ലാം എടുത്ത്. അപ്പം ഈ ലിവർ ഫ്ലാറ്റ് ഉള്ളത് കാരണം നെഞ്ച് ഭയങ്കര വേദനയാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത്. നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. പിന്നെ ഇനി ഇവിടെ റബ്ബർ വെട്ടും റബ്ബർ ഷീറ്റ് അടിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ആകെ എൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കല്ലേ. സ്ഥിരം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മുഖമൊക്കെ വല്ലാതിരിക്കുകയാണ്. എന്താ കണ്ണും മുഖമൊക്കെ വല്ലാതിരിക്കുകയാണ്. ഭയങ്കര തലവേദനയായിരുന്നു, വോമിറ്റിങ്ങും കാര്യങ്ങളായിരുന്നു. ഒരു വഴി കൂടെ പോയാൽ മതി, അപ്പം തന്നെ എനിക്ക് വയ്യാതെയാവും. പിന്നെ കുരുമച്ചോള എന്ന് പറഞ്ഞ പോലെ ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പോവാത്ത അസുഖങ്ങളാണൊക്കെ വരണേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കൂടെപ്പിറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാവും അസുഖങ്ങൾ. ഒരു മിനിറ്റ് കേട്ടാ. ഇവിടെ അപ്പാപ്പൻ വെടിപ്പാക്കിയാണ്. അപ്പോൾ അതേ കട്ടിൽ കാണിച്ചു തരും. പഴയ കട്ടിൽ, ഫോണിൽ പഴയ ഒരു പണ്ടത്തെ കട്ടിലാണിട്ടത്. പഴയ കാലത്തെ കട്ടിലാണ്. അല്ല, പണ്ടത്തെ കാർന്നോമാരുടെ വക പാരമ്പര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കാണ്. പണ്ടത്തെ കട്ടിലിൻ്റെ ഇത് കണ്ടോ, പണിയൊക്കെ. തൊഴുത്ത് തൊഴുത്തൊക്കെ വെടിപ്പാക്കി ഇടേനും. ഇവിടെ ഉടുമ്പ് ശല്യം ഉണ്ട് കേട്ടോ, നല്ലോണം ഉടുമ്പ് തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ വെടിപ്പാക്കിയാണ്. ഇപ്പം ഞാൻ പറമ്പിലേക്കൊന്നും പോകാത്ത വേറൊന്നല്ല കേട്ടോ, പറമ്പിൽ ഉടുമ്പ് നിറച്ച് നടക്കുന്നുണ്ട്. ഉടുമ്പ്, പാമ്പ് ഒക്കെ കുറേ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറമ്പിലേക്കൊന്നും അധികം പോകാത്തത്. ഇപ്പം പിന്നെ വയ്യ, അതുകൊണ്ടാണ്. ഇപ്പം ഓണം കഴിഞ്ഞ് പിന്നെ നല്ല അവശതയായിപ്പോയി പെട്ടെന്ന്. ഓണത്തിന് ആശുപത്രിയിലാവുമെന്നാണ് വിചാരിച്ചത്. അത് ഡോക്ടറിനടുത്ത് പറഞ്ഞ് ഓണം കൊള്ളാനായിട്ട് വീട്ടിൽ തന്നെ ഓണം കൊള്ളണം, ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പോന്ന് വയ്യെങ്കിലും.
പക്ഷെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവശതയായിപ്പോയി, പറഞ്ഞിരിക്കാനുള്ള അവശതയായിപ്പോയി. നല്ലോണം പനിയും ഛർദിയാണ് മെയിനായിട്ട്. ഛർദിച്ച് കഴിഞ്ഞാലല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്ക് ഛർദിക്കാൻ പാടില്ല. ഛർദിച്ച് കഴിഞ്ഞാൽ തലയുടെ ബാക്ക് ഭയങ്കര വേദനയായിരിക്കും. തലയുടെ ബാക്കും ഇവിടെ ഞരമ്പിനൊക്കെ ഭയങ്കര പ്രഷറും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നെഞ്ചിലൊരു പ്രയാസം കൂടി വന്നതുകൊണ്ട് വോമിറ്റിങ് അധികം പരമാവധി വോമിറ്റിങ് ചെയ്യാതെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, വോമിറ്റിങ് വരാതെ. ഇപ്പം എനിക്ക് ചെറിയ മണങ്ങൾ, ചെറിയ മണങ്ങൾ പോലും പിടിക്കാതെ തന്നെ ആ സ്മെല്ലടിക്കുമ്പോൾ വോമിറ്റിങ് വരാവുന്ന പോലെ ഒരു ഇതാണ്. പിന്നെന്താ, അതാണ് വീഡിയോ ഇടാതിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും എഴുന്നേറ്റ് വീഡിയോ ഇടുമ്പോൾ ഒരു രസമായിരുന്നു. ഇപ്പോൾ എന്തോരം ദിവസമായി ഓണം കഴിഞ്ഞിട്ട് ഇട്ടിട്ടേ ഇല്ല. ഓണം കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്, എന്നെ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉടുമ്പിനെയും പിന്നെ ഇന്നലെ റബ്ബർ ഷീറ്റിൻ്റെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ടായി. ഇനി റബ്ബർ വെട്ടുന്നതൊക്കെ ഇടാം. നാളെ എങ്ങാണ്ടും വെട്ടുമെന്ന് തോന്നുന്നു രാവിലെ, അപ്പം അത് ഇടാം. പിന്നെന്താ, പിന്നെ ഈ ഡോക്ടറിന്, നമ്മുടെ ഡോക്ടർ ന്യൂറോ സർജൻ വിനീത് ഡോക്ടറില്ലേ, വിനീത് ഡോക്ടറിന് അടുത്ത മാസം പോകുമ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇത് ചെയ്തു തരാം, ഡോക്ടറിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കാം. ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡോക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറൊന്നും പറഞ്ഞൊന്നുമില്ല, സപ്പോർട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ഒന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യർക്കും ഒരു തലവേദന വന്നാൽ പോലും നിങ്ങൾ ഒരു വെറുതെ പോയി മരുന്ന് കഴിക്കരുത്. ആരും മരുന്ന് അങ്ങനെ കഴിക്കരുത്, സ്വയം ചികിത്സ ആരും നടത്തരുത്. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ന്യൂറോ സർജനെ തന്നെ ന്യൂറോൻ്റെ തന്നെ കാണിക്കണം. അത് എറണാകുളത്താണെങ്കിൽ എറണാകുളത്തെ ഏറ്റവും നല്ലത്, എനിക്ക് വിശ്വാസവും ഏറ്റവും നല്ല ഡോക്ടർ വിനീത് ഡോക്ടറാണ് കേട്ടോ, ന്യൂറോ സർജൻ വിനീത് ഡോക്ടർ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസമാണ്, ഭയങ്കര ഒരു ധൈര്യം കിട്ടും. എത്ര വലിയ അസുഖം വന്നോട്ടെ, നമുക്ക് തലയിൽ എന്ത് വലിയ അസുഖം വന്നോട്ടെ, എന്തായിക്കോട്ടെ, നമുക്കൊരു പ്രത്യേക ഒരു ധൈര്യവും അത് ശരിയാക്കി തരും. എൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്ന അസുഖമല്ല, എന്നാലും ഡോക്ടർ തരാൻ പറ്റുന്ന, ഡോക്ടറിന് പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്ര എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ് പൂർണ്ണമായി മാറില്ലെങ്കിലും അത് മരുന്ന് കഴിച്ച് കുറയും, പിന്നെ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇടക്കിട്ട് മരുന്ന്. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, പക്ഷേ നല്ലൊരു ഡോക്ടറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടറിൽ എനിക്ക് ന്യൂറോ സർജൻ വിനീത് ഡോക്ടറിനെയാണ്. വിനീത് ഡോക്ടറിനെ കണ്ടാൽ തന്നെ പകുതി എനിക്ക് ആശ്വാസമാണ്. അത്ര എന്തോ ഭയങ്കര കാര്യമാണ് എനിക്ക് നല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ നമ്മൾ പൈസയൊന്നും ചിലവാക്കി കളയുന്നില്ല, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ കറിയൊക്കെ വെക്കുന്ന വീഡിയോ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അത് അടുക്കളയൊക്കെ വല്ലാത്ത ഇതാണ്, ഞങ്ങളുടെ സ്റ്റൗവൊക്കെ ഭയങ്കര മോശമാണ്, സ്റ്റൗവൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കണം, ഗ്യാസ് സ്റ്റൗ. അതാണ് കാണിക്കാനൊരു മടി എനിക്ക്. എന്നാലും ഞാൻ ഇനി തുടങ്ങി അടുക്കള വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ. പിള്ളേർ പറയുമ്പോൾ ഓരോ കറി ഉണ്ടാക്കുമ്പോൾ, ഇന്നലെ ഇഞ്ചിക്കറി ഉണ്ടാക്കി. അപ്പം ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഭയങ്കര കാര്യമാണ്. ഇഞ്ചി ഞാൻ പല ടൈപ്പിൽ വെക്കും, പുളി ഇഞ്ചി, ഇഞ്ചിക്കറി, ഇഞ്ചമ്പുളി, അങ്ങനെ പല സൈസിലും വെക്കും. അങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇപ്പോൾ ചെമ്മീനും പീച്ചിങ്ങയും തക്കാളിയും മുരിങ്ങാക്കോലും കൂടി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്.
ആ വെച്ച വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ച് നല്ല രസമാണ്. പീച്ചിങ്ങയും തക്കാളിയും മുരിങ്ങാക്കോലും ഒക്കെ കൂടിയിട്ട് ചെമ്മീനൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നല്ല കറിയാണ്. ഇവിടുത്തെ അപ്പച്ചൻ്റെ പഴയ ഫോട്ടോ കാണിച്ചു തരട്ടെ. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഇവിടെ വരുന്ന ഈ വീടിൻ്റെ അപ്പച്ചനില്ലേ, ഇവിടെ വരുന്ന ആ പ്രായമായ അപ്പച്ചൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ. കുറേ ഫോട്ടോ, പഴയ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു അപ്പച്ചൻ. അതിന് മുടിയിരിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മുടിയിരി, അവൻ്റെ മുടിയൊക്കെ കുളിയും കഴിഞ്ഞ് മുടിയിരി. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അച്ഛൻ്റെ അച്ഛൻ വെടിപ്പാക്കലാണ്. അപ്പച്ചൻ്റെ പഴയ അപ്പച്ചൻ്റെ മക്കളുടെ ഫോട്ടോ, പഴയ ആൽബമൊക്കെയാണ്. ആനബലേ ഇനബലേ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ചെമ്മീൻ കറി വെച്ച് കാണിച്ചട്ടെ. എന്താ എന്താ ചെമ്മീൻ, മുരിങ്ങാക്കോലും തക്കാളിയും പീച്ചിങ്ങയൊക്കെ കൂടി. ചെറിയ അടക്ക വലിയതാണ്, പക്ഷെ സ്റ്റൗവൊക്കെ പൊളിഞ്ഞടക്കണം, അതുകൊണ്ടാണ്. അങ്ങോട്ട് ഇറങ്ങണ്ട. അവിടെ പൂച്ചക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടേ മീനിൻ്റെ തലയുമൊക്കെ കൊടുത്തേക്കാണ്. അപ്പം നമുക്ക് അടുക്കള വീഡിയോ ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും കറി വെക്കുമ്പോൾ ഒക്കെ ചെയ്ത് കാണിക്കാം. അടുക്കള വീഡിയോ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.